ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് ആണ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് നമ്മളാണെങ്കിൽ USB ഒക്കെ പിടിച്ച് ഇൻ്റർനെറ്റ് പ്രാങ്കായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലത്തെ ഫ്രഷ് കണ്ടൻറ്റ് നമുക്ക് അടുത്തായിട്ടും വന്നേക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ എനിമി പോയി അവിടെ ചത്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അതിൻ്റെ അങ്ങോട്ട് ചാടാമെന്നാണ് വിചാരിച്ചത്. ഞാൻ അവനോട് അവൻ ചാടാൻ പറഞ്ഞു. പിന്നെ അവിടെ പോയി കടക്കുന്ന ആ ഒരു സമയത്ത് അപ്പം തന്നെ അവൻ അടിച്ചു. ഞാനാണ് മാറി നിൽക്കുകയാണ്. അവിടെ ആണെങ്കിൽ കട്ടന്നപ്പോൾ തന്നെ ചെറുക്കന്മാർ USB വെച്ച് നല്ല ഹെഡാന്ന് തോന്നുന്നു എനിക്കിട്ട് അടി ചെയ്യുന്നത്. ഫസ്റ്റിന് നമ്മുടെ ടീം വൈപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന്മാരത്തി സെറ്റ് ടീമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺ വരാൻ പോണുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് ഇതുപോലത്തെ ഓരോരോ കണ്ടൻറ്റുകളൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തൊക്കെ നമ്മൾ ചലഞ്ചുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പിന്നെ USB പിടിച്ച് നമ്മുടെ ബംഗാളിക്ക് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. നമ്മളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദി അറിയത്തില്ല, അത് വേറെ കാര്യം. ഓക്കെ, എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ടായിരുന്നു എന്നോട്. അമ്മമാരൊക്കെ ആണെങ്കിൽ നല്ല ഫോമിൽ കളിക്കുന്നുണ്ട്. ഞാൻ മൂവാന്ന് നമ്മൾക്ക് തോന്നുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, നമ്മളാണെങ്കിൽ നേരെ അങ്ങ് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഋഷവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ മുമ്പിൽ പോയി തന്നെ കടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇനിമി അവിടെ സൈഡിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. നമ്മളാണ് അവനെ ശ്രദ്ധിക്കാതെ മണ്ടക്ക് പോയിരുന്നു. അതുകൊണ്ട് അവിടെ എനിമി ഗ്ലൂവും കളൊക്കെ ഇട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കളൊക്കെ USB വെച്ചിട്ട് ഞാനൊരു സൈഡിൽ കൂടെ ഓടിപ്പോവാൻ നോക്കുകയാണ്. അപ്പോൾ ഓക്കെ, സൈഡിൽ നമ്മൾ നിന്നിട്ടും കളിക്കുന്നുണ്ട്. ആ എനിമി വരുന്ന സമയം നമ്മളാണെങ്കിൽ അവിടെ പോയിട്ട് നിൽക്കുന്ന സമയം ആണ്. എനിമി ഉണ്ടോ നോക്കാൻ പോയതാണ്. നമ്മൾ ജസ്റ്റ് കടന്നപ്പോൾ തന്നെ അവൻ പിന്നെ നമ്മൾ അടിച്ചുറക്കിയിട്ടുണ്ട്. B40 വെച്ചിട്ട് നമ്മുടെ ടീമിനെ ആദ്യം അടിച്ചായിരുന്നു. ജസ്റ്റ് USB വെച്ച് കൊടുത്തിരുന്ന് എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയറുകളൊക്കെ ഒരു നോക്കും കാണൊക്കെ ഇട്ടു. PK രാജ് എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ തച്ചിട്ട് കയറി. ഓക്കെ, അവനെയും കൂടെ അടിച്ച് സൈഡിൽ നിന്ന് അടിച്ച് സീനായൊക്കെ നമ്മളുടെ AW വെച്ചിട്ട് മുജഹിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലെയറുകളൊക്കെ നമ്മുടെ ടീമിനെ എഗെയിൻ വൈപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗെയിൻ USB വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റുകളൊക്കെ ചെയ്യുക. നമ്മൾ 1v1 മാച്ചൊക്കെ ആയിട്ട് വരും. നമ്മൾ യൂട്യൂബേഴ്സായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഓക്കെ, സൗണ്ടിന് എങ്ങനെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പം നമ്മളാണെങ്കിൽ USB വെച്ച് നമ്മളിവിടെ ഇപ്പുണ്ട്. അപ്പം നമ്മളിവിടെ USB വെച്ച് ഇങ്ങനെ കളി സ്റ്റാർട്ടായപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങ് പോവാണ്. ഇപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ പോകണ വഴിക്ക് നമ്മുടെ ആ ഒരു ബംഗാളിയുടെ പുറകിൽ കൂടെ പോവാണ്. ഋഷവ് എന്ന് പറഞ്ഞിട്ടുള്ള ബംഗാളിയുടെ കൊടുത്ത് പുറകെ അങ്ങ് പോവാണ്. USB പിടിച്ച് പോകുമ്പോൾ തന്നെ ആ ബംഗാളിയുടെ തൊട്ടടുത്ത് ഫുഡ് സ്റ്റെപ്പുകളൊക്കെ കണ്ടു. അപ്പം എനിമി വരുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ എനിമികളൊക്കെ അവൻ അടിച്ചുറക്കിയിട്ടുണ്ട്. ഞാൻ അവനെ ചെറിയ 2-3 ഡാമങ്ങളൊക്കെ കൊടുത്ത് അവനങ്ങ് അടിക്കാൻ നോക്കി. പക്ഷേ എന്തായാലും USB വെച്ചിട്ട് ഒന്നും ആവില്ല. അടിക്കാൻ നോക്കി അവൻ B40 വെച്ചേക്കാൻ എന്നെ നോക്കങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ സോണ്ട പുറത്ത് അങ്ങോട്ട് പോകാൻ നോക്കി. പിന്നെ നമ്മളെ പകുതിക്ക് ഇങ്ങനെ ഇതിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിൽ അവിടെ അടിക്കാൻ നോക്കി അവനെ അങ്ങ് നോക്കാക്കിയിട്ടിട്ടുണ്ട്. മാസ്റ്റർ മുജ എന്ന് പറഞ്ഞിട്ടുള്ള ആ 3-ാം നമ്പർ SVD വെച്ച് നിൽപ്പുണ്ട്. അവൻ ഈസി ആയിട്ട് ആളൊക്കെ നമ്മുടെ മുജാഹിദ് എന്ന് പറഞ്ഞ ആൾ സ്നൈപ്പർ വെച്ച് കില്ലെടുത്തിട്ടുണ്ട്. അങ്ങനെ 3-0 ഇനിയാണ് മച്ചു കളി. ഓക്കെ, നമ്മളാണെങ്കിൽ ഗണ്ണെടുത്ത് കളി സ്റ്റാർട്ട് ചെയ്യേണ്ടി പോവാണ്. 7200 കോയിനുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഗണ്ണുകളൊക്കെ എടുക്കാണ്ട് പറ്റും. ഇപ്പോൾ നമ്മളെന്തായാലും MP5 ലെവൽ 3 നമ്മുടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ഗ്ലൂ വാൾ മാക്സ് ആക്കി നമ്മൾ വെസ്റ്റും ഹെൽമെറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് കളികൾ. ഓക്കെ, പൊളിക്കും മച്ചു ഗൈസ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ഇതുവരെ സബും ലൈക്കും ഷെയറും ചെയ്തിട്ടില്ല എന്ന് കൊടുക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റീച്ചിലുകളൊക്കെ എത്താൻ നമ്മളവിടെ സ്നൈപ്പർ വെച്ച് അവിടെ എനിമി ഉണ്ടോ നോക്കാൻ വേണ്ടി അടിക്കാൻ നോക്കി. പക്ഷേ അവിടെ എനിമിയും കാണുന്നില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കണ്ടെയ്നർ സൈഡിൽ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ AW വെച്ച് ആ സൈഡിൽ കൂടെ അവൻ്റെ ആ ഒരു ബംഗാളിക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെ എനിമി കണ്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് കില്ലുകളൊക്കെ എടുത്ത് നമുക്ക് ഒരു 150 കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ സൈഡ് എനിമി വന്നപ്പോൾ അടിച്ചുകളൊക്കെ ഉറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ MP5 വെച്ചൊരു ഡ്രാഗ് ചെയ്ത് ഹെഡുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈഡിലുകളൊക്കെ ഒരു എനിമി വന്നു. അവനെ 150 കൊടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് സൈഡിൽ കൂടെ കയറിയപ്പോൾ നമ്മുടെ ആ ഒരു എനിമി കുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാനും പിന്നെ ഇവനും കൂടെ ഉള്ളൂ ഇനി ടീമിൽ. ലാസ്റ്റത്തെ ഒരു എനിമിനെ നമ്മൾ തപ്പി നടക്കുവാണ്. അത് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഗ്ലൂവിൻ്റെ മുകളിൽ കൂടെ കയറി നമ്മളാണെങ്കിൽ റിപ്പർ കിറ്റൊക്കെ അടിച്ച് ലാസ്റ്റ് നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ എനിമി ടീം സൈബർ പോയിൻറ്റിലുണ്ടെന്ന് അവിടെ മെസ്സേജുകളൊക്കെ വന്നപ്പോൾ തന്നെ നമ്മളെ കയറി ചെന്ന് MP5 വെച്ച് കുത്തിപ്പിടിക്കാൻ നോക്കി, കയറിയില്ല. ലാസ്റ്റ് മറ്റേ നമ്മുടെ 150 കൊടുത്തിട്ട് MP5 വെച്ച് കുത്തിപ്പിടിച്ച് ഫസ്റ്റത്തെ റൗണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ MVP നമ്മൾ തന്നെയാണ്. ഓക്കെ,
അങ്ങനെയല്ല അപ്പുറത്തെ ടീമിൽ നമുക്കാണെങ്കിൽ എന്താണ്ടോ ചിരിക്കുന്ന എമോജിങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഫുൾ ഗ്ലൂ വാൾ സെറ്റ് ചെയ്ത് വാഷ്റൂമും റിപ്പർ കിറ്റൊക്കെ എടുത്തിട്ട് നമ്മളാണെങ്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ 12 സെക്കൻഡുകളൊക്കെ ഉള്ളൂ. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു ബംഗാളി വേണം നെറ്റ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങനെ ഈ നമ്മൾ വെയിറ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോകാനാണ് വിചാരിച്ചത്. നമ്മൾ ആദ്യം ആ സൈഡിൽ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനിമി നമ്മൾ സ്പോട്ടുകളും ചെയ്തിട്ടുണ്ട്. സൈഡിൽ കൂടെ പോയി നമ്മളായിട്ട് ഗ്രനേഡ് എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കുറച്ച് ഇത്തിരി ഡാമങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു കേട്ടോ. സൈഡിൽ കൂടെ പോയി അപ്പോൾ കഴിച്ച് നമ്മളാണ് ഇനിമിനെ കണ്ട് ഫുൾ റെഡുകളൊക്കെ തലയ്ക്കാനും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സൈഡിൽ കൂടെ കയറി എടവിളിയും വെച്ചിട്ട് അപ്പുറത്തൊരു ഇനിമി ഉണ്ടായിരുന്നു. അവൻ മെഡ് അടിക്കുമായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അവനെ എടവിളിയും വെച്ച് അവനെ നോക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൈഡിൽ കൂടെ കയറി നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ചെറുക്കന്മാർ അവിടെ ഇനിമീനും തപ്പി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഒരുത്തൻ ഇവിടെ നോക്കുകളായി ഞാൻ ആ സൈഡിലോട്ട് ഓടി പടച്ചങ്ങ് പോവുകയാണ്. നമ്മൾ നേരെ ചെന്ന് എനിമിയുടെ മൂട്ടി കയറി ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. MVP വെച്ച് മാക്സിമം കുത്തിപ്പിടിക്കാൻ നോക്കി. അങ്ങനെ ട്രിപ്പിൾ ടേക്ക് ഡൗൺ എടുത്ത് എഗെയിൻ നമ്മൾ തന്നെയാണ് MVP ആയത്. ഓക്കെ, നമ്മളിങ്ങനെ സെക്കൻഡ് റൗണ്ടും വിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 3-2 ആണ്. അപ്പുറത്തെ ടീമിന് 3, ഇപ്പോഴത്തെ ടീമിന് 2 ആണ്. അപ്പോൾ നമ്മളാണെങ്കിൽ വെജിറ്റബിൾ 4 എടുത്ത് ഗ്രനേഡും ഫ്ലാഷ് ഫ്രീസൊക്കെ എടുത്ത് നമ്മൾ മഷ്റൂമെല്ലാം സെറ്റാക്കി എഗെയിൻ ലൂട്ടെല്ലാം സെറ്റാക്കിയിട്ട് അടുത്ത ഒരു കോമ്പാക്റ്റിനുള്ളിട്ട് പോവുമായിരുന്നു. അപ്പം നമ്മുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളാണ് ഒരു ആശ്രയം. നമുക്കൊക്കെ യൂട്യൂബ് ചാനൽ ഗ്രോത്ത് ആക്കാൻ നിങ്ങൾ തന്നെ വേണം. അപ്പം ജസ്റ്റ് ഒന്ന് സബ് ചെയ്താൽ പോരെ, നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ആകാശത്തെ ചുമ്മാക്കെ വെടിവെച്ചിട്ട് നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. ബംഗാളി ബൈയൊക്കെ പിന്നെ എന്തൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവനെ ഗ്രോസറിങ്ങളൊക്കെ അവിടെ ഇട്ടാണ്. ഞാനത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ 2 പേര് നമ്മുടെ റൈറ്റിലോട്ട് പോകുന്ന കണ്ടു. ഞാൻ ആ സൈഡിലോട്ട് വെച്ചങ്ങ് പിടിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ സൈഡിൽ കയറി അവർ എന്തായാലും എനിക്ക് അനുഭവമുള്ളത് സൈഡിൽ പോകുമ്പോൾ തന്നെ അവരടിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ വന്നു. പക്ഷേ നമ്മൾ എനിമീനെ കണ്ടത് നമ്മളാണെങ്കിൽ ഒരുത്തനെ നോക്കി ഫുൾ റെഡ് കൊടുത്ത് നോക്കിയിട്ടു. പിന്നെ രണ്ടാമത് വന്ന് അവനെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ തന്നെ ചെറുക്കാൻ കണ്ട് അകത്തോട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ബാക്കിൽ കൂടെ ഒക്കെ ഗ്ലൂ ഇട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവന്മാരെ പുറകെ പോയി. അപ്പോൾ ആ ഒരു എനിമി നമ്മൾ മാക്സിമം അടിച്ച് ഫുൾ റെഡ് കൊടുത്ത് പിന്നെയും നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നേരെ നമ്മൾ ലാസ്റ്റത്തെ 2 എനിമീനെ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഒരു എനിമീനെ നമ്മൾ അവിടെ വെച്ച് സ്പോട്ടും കാണാൻ നമ്മുടെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരന്മാർ സ്പോട്ടും കളിയിടും. അവിടെയാണ് ആ ഒരു പണ്ടാര സാധനം ഇപ്പോൾ ഉണ്ടായിരുന്നു. നമ്മളത് നോക്കിയില്ല. നമ്മൾ മെഡടിച്ച് പോയി ചോദിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു മുജാഹിദ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറുകളൊക്കെ അവിടെ സ്നൈപ്പർ വെച്ച് എനിക്ക് അത്യാവശ്യം നല്ല ഹിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടിക്കാൻ നോക്കി. പക്ഷേ ചെറുക്കം അകത്തോട്ട് കയറി. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ പോയിട്ട് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. MP5 വെച്ചിട്ട് ഫസ്റ്റ് അങ്ങ് കയറി ചെല്ലുവാണ്. ഓക്കെ, നമ്മളെ കയറി ചെല്ലുന്ന സമയത്ത് ഞാനാണെങ്കിൽ സൂപ്പർ മെഡ് അടിച്ചേക്കുന്നത്. സൂപ്പർ മെഡുകളൊക്കെ കഴിച്ചു. നേരങ്ങളൊക്കെ ചെന്ന് നോക്കി ആ ഒരു എനിമീനങ്ങളൊക്കെ കണ്ട് നമ്മൾ മാക്സിമം കുത്തി പിടിക്കാൻ നോക്കി. പക്ഷേ റീകോയിൽ അടിച്ചിട്ടു. കാരണം മറ്റവൻ അടിക്കാൻ നോക്കിയാൽ പക്ഷേ അവൻ കുമ്പി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ MP5 ഒക്കെ റിലോഡിങ്ങെല്ലാം ചെയ്ത് നമ്മൾ എടബിളിയും പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്ത് തന്നെ അപ്പം തന്നെ നമ്മുടെ ആ ഒരു മാസ്റ്റർ ഉജ എന്ന് പറഞ്ഞ പ്ലെയർ കില്ലിങ്ങളൊക്കെ എടുത്ത് ടീം അമ്മമാരെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. 3-3 കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. ഓക്കെ, മാച്ച് പോയിൻറ്റുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഈ ഒരു കളി നമ്മൾ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് താഴെ ചെയ്തേക്കുക. പ്രഡിക്ഷൻ ഒക്കെ നമുക്ക് നോക്കാം ആരൊക്കെ ജയിക്കും. ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. സ്റ്റേറ്റ് ഓക്കെ, നമ്മൾ എന്തായാലും 8 മിനിറ്റത്തേക്ക് വീഡിയോകളൊക്കെ ആയിട്ടുണ്ട്. നമ്മളടുത്ത ഫ്രഷ് കണ്ടൻ്റാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു കളിയും കൂടെ റേറ്റ് ചെയ്തേക്കാം. ഞാനിപ്പോൾ അത് ജസ്റ്റ് എനിക്ക് ടൈമില്ലാത്ത സമയത്താണ് ഞാൻ എടുത്തുകൊണ്ട് അത്ര വിപ്ലവപ്പെട്ടാണ് കളിച്ചതൊക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സൗണ്ട് ഇത്തിരി ചെറുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങളൊക്കെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പരമാവധി വീഡിയോയിൽ ഒറ്റയ്ക്ക് സംസാരിക്കാൻ നോക്കാം. ഓക്കെ, ഈ രാത്രിയാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാം ചെയ്തൊക്കെ ഇടണം. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈക്ക് മാത്രം അങ്ങ് അടിക്കുക. മാക്സിമം റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് പിന്നെയും പറയുന്നത് വെച്ചാൽ പലവരും റിലേറ്റീവ്സിന് ഷെയർ ചെയ്യില്ല. റിലേറ്റീവ്സ് ചെയ്തില്ലേ പോട്ടെ, നിങ്ങൾ സബ് പോലും ചെയ്യുന്നില്ലെന്ന് പറയുമ്പം വല്ലാത്തൊരു ഇതാണ് കേസ്. ഓക്കെ, നമ്മളാണെങ്കിൽ MP5 ഓടിച്ചിട്ട് ആ ഒരു സൈഡിലോട്ട് ചാടിയും കളക്കി ഉണ്ടായിരുന്നു. എനിമിനങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് അവൻ വേഗം താഴ്ത്തി ചാടി. ഞാൻ അവൻ്റെ പുറകെ പോകാമെന്ന് അവിടെയാണ് എനിമി കണ്ട് സ്നൈപ്പർ വെച്ച് അടിക്കുന്ന നോക്കിയ പക്ഷേ കയറിയില്ല. മണ്ടയ്ക്കൂടെ പോയിട്ട് അടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി അങ്ങ് പോവാണ്. കയറി പോകണം. അവിടെ അതിന് എനിമീനെ എഗെയിൻ ഞാൻ സ്പോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിൽ കൂടെയാണ് പോയത്. ലാസ്റ്റ് വന്ന ഒരു എനിമീനെ അടിക്കാൻ നോക്കിയിട്ട് പക്ഷേ നടന്നില്ല. ഗ്ലൂങ്ങളൊക്കെ ഇട്ട് നമ്മൾ MP5 എടുത്ത് സ്നൈപ്പർ വെച്ച് ഡാം എടുത്ത് MP5 കൊടുത്തപ്പോൾ തന്നെ ചെറുക്കൻ ഫുൾ റെഡ് കയറി. പക്ഷേ എന്താണെന്നുള്ള റീക്കൽ അടിച്ച് പോയതാണ്.
ചെറുക്കന്മാരനെ അടിച്ചില്ല. അവർ ഗ്രനേഡ് വെച്ച് എറിയുവാണ്. ഗ്രനേഡ് വെച്ച് എറിഞ്ഞപ്പോൾ തന്നെ ചെക്കന്മാർ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഏറ്റവും ശ്രമിച്ചിട്ട് ആ ഒരു കളിങ്ങളൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഇതുവരെ ഒന്ന് സബ്ബൊക്കെ ചെയ്യുക ഗൈസ്. എന്തുവാണ് ഗൈസ് ഇങ്ങനെയൊക്കെ ആവാമോ? ഓക്കെ, അപ്പം നിങ്ങളുടെ ഇനിയും ഇതുപോലത്തെ ഫ്രഷ് കണ്ടന്റും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാലഞ്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് മാക്സിമം റിലേറ്റീവ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ അഗെയിൻ, സൈനിങ് ഓഫ് XTR Xerox. Bye.